ദുരിതമനുഭവിക്കുന്ന മക്കൾക്കായി ഒരു പ്രാർത്ഥന എഴുതി നൽകണമെന്ന ഈശോയുടെ ആഗ്രഹപ്രകാരം പരിശുദ്ധ മംഗളവാർത്ത മാതാവിൻ്റെ നാമത്തിൽ എഴുതിയ ഈ പ്രാർത്ഥന കുടുംബത്തിലെ മാതാപിതാക്കളും കുഞ്ഞുമക്കളും ഒരുമിച്ച് സന്ധ്യാവേളയിൽ പന്തക്കുസ്തയ്ക്ക് ഒരുക്കമായി ഈ പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങാം. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കുരിശോര പ്രാർത്ഥന പഞ്ചേന്ദ്രിയ വിശുദ്ധീകരണത്തിൻ്റെ പ്രാർത്ഥന ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. അത് പലർക്കും അറിയില്ല വരയ്ക്കേണ്ടത് ചൊല്ലേണ്ടതൊക്കെ എങ്ങനെയാണെന്ന്. നമ്മുടെ സാധാരണ കുരിശുവര ഒന്നുകൂടെ ആഴത്തിൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് ചൊല്ലണം. അതിലൂടെ ഒരുപാട് അത്ഭുത കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും അത് ചെയ്യുന്നവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വീഡിയോ ആയി അയച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് കേട്ട് അതുപോലെ ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ചെയ്യാത്തവരൊക്കെ കുഞ്ഞിന് വരച്ചു കൊടുക്കുകയും വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അത്ഭുതകരമായിട്ട് ഉള്ള റിസൾട്ടാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, രാവിലെയും വൈകുന്നേരവും കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കണം. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ അത് കണ്ട് ശ്രദ്ധിച്ച് വരയ്ക്കാനായിട്ട് അപേക്ഷിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ കൈകൊട്ടി പിടിച്ചിട്ട്, എൻ്റെ സൃഷ്ടാവായ ദൈവമേ, എൻ്റെ ബുദ്ധിയിലും ചിന്തയിലും ഇന്ന് കടന്നു വരുന്ന സകലതിനെയും പവിത്രീകരിക്കണമേ. നമ്മൾ കുരിശ് വരയ്ക്കുമ്പം ഈ നെറ്റി നമ്മുടെ മുടി തുടങ്ങുന്ന ആ നെറുകയെന്ന് വേണ്ട, ഇവിടെ മുടി തുടങ്ങുന്ന സ്ഥലത്തു നിന്ന് മൂക്കിൻ്റെ അറ്റത്ത് വരെ, പിന്നെ ഇവിടെ ഈ ചെന്നിയുടെ ഭാഗത്തു നിന്ന് മറ്റേ ചെന്നിയിലേക്ക്. അപ്പം നമ്മുടെ ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നമ്മുടെ തല. ഉപബോധ മനസ്സിൽ ബോധ മനസ്സിലൊക്കെ കിടക്കുന്ന സേവായിട്ട് കിടക്കുന്ന എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള ഒരു തമ്പുരാൻ്റെ ശക്തിയേറിയ ആയുധമാണ് കുരിശ്. കുരിശിൽ മരിച്ചിട്ടാണല്ലോ നമ്മളെ ശക്തിപ്പെടുത്തി നമ്മുടെ രോഗങ്ങളും പാവങ്ങളും ഒക്കെ ഏറ്റെടുത്തത്. അപ്പം അതുകൊണ്ട് അതെല്ലാം നീങ്ങിപ്പോക്കോളും. ഇനി മൂക്കിൻ്റെ അറ്റത്തുനിന്ന് തുടങ്ങി തിന്മ നിറഞ്ഞ സംസാരത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരണം തന്നിട്ട് ഉടനെ മറന്നുപോയി. തിന്മ നിറഞ്ഞ സംസാരത്തിൽ നിന്ന് എൻ്റെ അതരങ്ങളെ രക്ഷിക്കുവാൻ നിൻ്റെ രക്ഷയുടെ അടയാളത്താൽ എന്നെ മുദ്രിതമാക്കണമേ. പിന്നീട് ഇവിടുന്ന് തുടങ്ങി ഈ തൊണ്ട തുടങ്ങി പുക്കിൾക്കൊടി വരെയാണ് വരയ്ക്കേണ്ടത്. എൻ്റെ ഹൃദയ വികാരങ്ങളെയും വിചാരങ്ങളെയും എൻ്റെ ഈശോയെ നിൻ്റെ നിയന്ത്രണത്തിലാക്കണമേ. ഇനി ഇടത് കൈ നെഞ്ചിൽ വെച്ച് വലത് കൈ ശിരസിൽ വയ്ക്കുന്നു. അപ്പോൾ ഈ കൈപ്പത്തിയാണ് നെറ്റിയിൽ വെക്കേണ്ടത്. 5 വിരലും ശിരസിൽ പതിയണം. കുഞ്ഞിന് വരച്ചു കൊടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. ശിരസ് മുതൽ പാദം വരെ നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് എനിക്ക് സ്വർഗഭാഗ്യം നൽകണമേ. എൻ്റെ മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ തലങ്ങളെയും നിനക്കടിയർ വെച്ചുകൊണ്ട് നിൻ്റെ കുരിശിനോട് ചേർത്ത് എന്നെ ബന്ധിച്ച് നിർത്തണമേ. കൊന്തയുടെ കുരിശോ അല്ലെങ്കിൽ നിങ്ങൾ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വേറെ എന്തെങ്കിലും കാശുരൂപോ, ആ കാശുരൂപത്തിൽ കുരിശുണ്ടെങ്കിൽ കുരിശാണ് മുത്തേണ്ടത്. ചിലർക്കൊക്കെ ആ കൊന്ത കിട്ടിക്കാണുമായിരിക്കും, ചിലർക്ക് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കുരിശ് പിടിച്ചുകൊണ്ട് വേണം മുത്തി കുരിശിനോട് ചേർത്ത് ബന്ധിച്ച് നിർത്തണമേ. ആമീൻ. പിന്നെ മാതാവിൻ്റെ ഒരു പ്രയറാണ് ഈ കുരിശുവര പ്രാർത്ഥനയുടെ തൊട്ടു താഴെ കൊടുത്തിരിക്കുന്ന പൈശാചിക ശക്തികളെ പുറത്താക്കാനായിട്ട്. പൈശാചിക പീഡകളുണ്ട്, നമുക്കെതിരെയുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്നുമുണ്ട്. അപ്പോൾ ആ പൈശാചിക പീഡകളെ മാറ്റാനായിട്ടാണ് ഒരു ചെറിയ പ്രാർത്ഥന അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം. അത് അമ്മമാരാദ്യം ചൊല്ലി വിശദീകരിച്ചിട്ട് വേണം
ആ കുഞ്ഞുങ്ങളെ വിശദീകരിക്കാനും കേട്ടോ. ഇത് ചെയ്യണം. ഇപ്പോഴത്തെ കാലഘട്ടം മോശമാണ്. നിങ്ങളോട് ഞാൻ തറപ്പിച്ച് പറയാണ്. ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ കണ്ണും കൈയും ഒക്കെ വേറെ. കാരണം കൊച്ചു ടി വിയും മൊബൈലും ഒക്കെ അഡിക്റ്റഡ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മോചനം ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പാവുന്നതും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ശ്രമിച്ച് നിങ്ങളുടെ അടുക്കലേക്ക് വിടുമ്പം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരോടും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ്, അത് സൂം മീറ്റായിട്ടായിരിക്കും ചെയ്യുന്നത്. അത് ശനിയാഴ്ച വേണ്ടവർ ഞങ്ങൾക്ക് ശനിയാഴ്ച 3 മണിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശനിയാഴ്ച 3 മണിക്ക് മതി. അല്ല, ഞായറാഴ്ച വേണ്ടവരാണെങ്കിൽ ഞായറാഴ്ച ഞങ്ങൾക്ക് 12 മണിക്കേ പറ്റുള്ളൂ. ഇവിടെ ഡിവൈനിൽ 2 മണിക്ക് ധ്യാനം തുടങ്ങുന്നതുകൊണ്ട് ശബ്ദമുഖരിതമായിരിക്കും. അപ്പോൾ ശനിയാഴ്ച വലിയ പ്രോബ്ലം ഇല്ല. അപ്പം അതുകൊണ്ട് ഞായറാഴ്ച 12 മണിക്കും ശനിയാഴ്ച 3 മണിക്കുമായിരിക്കും സമയം. അപ്പോൾ അതിലേതാണ് വേണ്ടതെന്ന് നിങ്ങൾ റിപ്ലൈ അയയ്ക്കുക കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അയക്കാത്തതുകൊണ്ട് നിങ്ങൾ അമാന്തം വിചാരിക്കരുത്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞങ്ങൾ പ്രായോഗിക സ്പിരിച്വാലിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ഇപ്പം ഏതെങ്കിലും ഫാദേഴ്സും കൂടെ കയറുന്നുണ്ട്. നിങ്ങൾ കയറി തുടങ്ങിയാൽ ഞാൻ ഫാദേഴ്സിനെ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ മോശമല്ലേ, അവർ 10 പേര് കയറിയിട്ട് ബാക്കിയുള്ളവർ എവിടെയും ചോദിക്കുകയല്ലേ. എൻ്റെ സ്വരം പോയിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്തേക്കണം. ഓരോ പ്രാവശ്യവും കുട്ടികൾ വരുമ്പം അവർക്ക് ഡയറക്ഷൻ കൊടുക്കാനും ടീച്ചേഴ്സിന് ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ എനിക്ക് സ്വരം ഇല്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തേക്കുക. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മിടുക്കരാകട്ടെ. അമ്മമാരും അപ്പന്മാരും ഒരുപോലെ ശ്രദ്ധിക്കണം. അതുപോലെ കുടുംബം മുഴുവനും ഗൂഗിൾ മീറ്റിൽ പങ്കുകൊള്ളണം കേട്ടോ, ഉറപ്പായിട്ടും. ഇനി ഞാൻ ചെയ്യുമ്പം ആദ്യത്തെ ലെസൺ തുടങ്ങിയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇന്ന് വരെയുള്ളവരെ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഈ ഡേറ്റ് വരെയുള്ളവരെ. ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് കൂടെ സഹകരിക്കുക. നമുക്ക് പറ്റാവുന്നത് ചെയ്യാം. പിന്നെ കർത്താവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ പ്രേരണയൊക്കെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, എല്ലാവർക്കും നല്ല ഒരു ഭാവി ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ മിടുക്കന്മാരും മിടുക്കുകളുമാകട്ടെ. ഓക്കെ, താങ്ക് യു.